ഒരു സുപ്രീം കോടതി വിധിയുടെ സംഭവം ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടായി. അതായത് ഭാര്യയുടെ മാത്രം ജോലിയല്ല വീട്ടു ജോലി ചെയ്യാന്നുള്ളത്, ഹസ്ബൻഡ് കൂടിയും ഈക്വൽ ആയിട്ട് അതിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. അതിന്റെ അടിയിൽ ഒരുപാട് രസകരമായിട്ടുള്ള കമന്റ്സ് കണ്ടു. അതായത് എല്ലാവരുടെ ഫ്രസ്ട്രേഷനും പുറത്തു വരണത് ഞാൻ സത്യം പറഞ്ഞ കമന്റ്സിൽ കണ്ടു. എന്നാ പിന്നെ ഭാര്യമാര് പണിക്ക് പോട്ടെ, ഞങ്ങള് വീട്ടിലിരിക്കാന്ന് പറയുന്ന ഹസ്ബൻഡ്സ്, ഭാര്യമാര് കുറെ പേര് വീട്ടു വേണ്ട ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരു സുപ്രീം കോടതിയുടെ ആവശ്യമില്ല നമുക്ക് ഭാര്യനെ ഭർത്താവ് ഹെൽപ്പ് ചെയ്യണമെന്നും ഭർത്താവ് ഭാര്യനെ ഹെൽപ്പ് ചെയ്യണമെന്നും മനസ്സിലാക്കാനായിട്ട്. കുറേയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെ ചെയ്യണോ അത് കണ്ടു വളർന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വീട്ടു ജോലി ചെയ്യാനും ഇതൊക്കെ നല്ല രീതിക്ക് വളർന്നു വരുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ചില വീട്ടിൽ ആൺകുട്ടികൾ ചൂല് കൊള്ളാൻ പാടില്ല, പ്ലേറ്റ് കഴുകാൻ പാടില്ല, കുക്ക് ചെയ്യാൻ പാടില്ല, അടുക്കളുടെ 7 അയലത്തേക്ക് വരാൻ പാടില്ല, ഭക്ഷണം കഴിക്കുക, പാത്രം കഴുകും, അതുപോലും ചില വീട്ടിൽ ആണുങ്ങളെ അനുവദിക്കാത്ത വീടുകൾ ഇന്നും പ്രസന്റിലി ഉണ്ട്. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്കൊരു ഭാര്യ കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ പല സംഭവങ്ങളും നടക്കും. പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജോലിക്ക് പോയി ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈക്വലാണ്, രണ്ടുപേരും സമ്പാദിക്കണു, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് ചെയ്യണു, വീട്ടുജോലികൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യണു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ആർഗ്യുമെന്റ് ഫൈറ്റ് നിങ്ങൾ ആര് ജയിക്കണു അതിനല്ല നമ്മൾ എല്ലാവരും കല്യാണം കഴിക്കണതും ഇങ്ങനത്തെ ഒരു ടോപ്പിക്കൊക്കെ സംസാരിക്കുന്നത്. എല്ലാം നല്ല രീതിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ ജോലി മസ്റ്റായിട്ട് നിങ്ങൾ ജോലിക്ക് പോവുക. അതല്ല ബിസിനസ്സാണ് മൈൻഡെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുക. ഇൻകം രണ്ടുപേർക്കും വേണം, എന്നാലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹസ്ബൻഡിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾ താങ്ങായിട്ട് നിൽക്കുമ്പോൾ അത് വലിയൊരു ഹെൽപ്പ് ആവും. എൻ്റെ കാര്യത്തിൽ എൻ്റെ വൈഫ് തന്നെയാണ് എന്നെ ഒരുപാട് ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവളുടെ സാലറി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുള്ളത്. അതൊരു കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും സെയിമാണ്. ഒരു പണിയും ഒരാൾക്ക് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. കല്യാണത്തിന് മുന്നേ ഡിസൈഡ് ചെയ്യുക, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആർഗ്യുമെന്റിന് വരേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. ഇത് പ്യുവർലി നിങ്ങൾ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ട സംഭവമാണ്. അപ്പോൾ നല്ലോണം ആലോചിക്കുക. ഒരു മൂന്നാമതൊരാളുടെ സജഷനിൽ വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ തീരുമാനം എടുക്കാൻ. തുടക്കം തൊട്ടേ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക. നമ്മളിവിടെ അബ്രോഡ്, ദുബായ്, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ പോകുന്ന ആൾക്കാർ ഒരു വലിയ വീട് എടുത്തിട്ട് അതിൽ 8-10 ഫാമിലിയായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട്. ഒഴിവുള്ള സമയത്ത് കുക്ക് ചെയ്യണു, ക്ലീൻ ചെയ്യണു, വാഷ് ചെയ്യണു, എല്ലാം ഒരുമിച്ച് ചെയ്യണം. ഒരുമിച്ച് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈമിൽ ജോലിക്ക് പോകണം. സോ ഇതൊക്കെ നാട്ടിൽ പരമ്പരാഗതമായിട്ട് കാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അത് കുറെ സ്ഥലത്തൊക്കെ മാറിയിട്ടുണ്ട്, കുറെ സ്ഥലത്ത് ഇപ്പോഴും ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. മനസ്സിലാക്കുക, ആരും ആണ് വലുത് അല്ലെങ്കിൽ പെണ്ണ് വലുത് അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാവരും ഈക്വലാണ്. നല്ല രീതിക്ക് മുന്നിൽ പോകാൻ എല്ലാവർക്കും പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.